അല്ലേ നമ്മുടെ രാജ്യത്ത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഒരു സ്കൂൾ ലെവൽ മുതൽ ഫസ്റ്റ് എയ്ഡ് ലിറ്ററസി നമുക്കില്ല. ഒരാൾ തളയിറങ്ങി വീണാൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഓക്കെ, പെട്ടെന്ന് ആ വണ്ടി വിളിക്കുക, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും മിനിമം നമ്മൾ അറിയുന്നതിൻ്റെ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് കാർഡിയാക് അറസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയും, ഒന്ന് ചോക്കിംഗ് മാനേജ്മെൻറ്റ്. ഞങ്ങളിപ്പോൾ പ്രൊഫഷണലി ഞങ്ങൾ ട്രെയിനേഴ്സാണ്, ഈ അമേരിക്കൻ അസോസിയേഷൻ്റെ BLS ട്രെയിനേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട 2 ടോപ്പിക് അത് തന്നെയാണ്, കാർഡിയാക് അറസ്റ്റും ചോക്കിംഗ്. കാരണം ഇത് രണ്ടും ഏറ്റവും മിനിമം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആണെന്ന് പറയാം. കാരണം എന്ത് എമർജൻസി സംഭവിച്ചാൽ അവസാനിക്കുന്ന എങ്ങനെയാണ്, കാർഡിയാക് അറസ്റ്റ് മീൻസ് ഡെത്ത്, ഹാർട്ട് സ്റ്റോപ്സ്. അതിൻ്റെ മാനേജ്മെൻറ്റ് അറിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വെറുതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും ഉടനെ. കാരണം 10 സെക്കൻഡ് എന്ന് നമ്മൾ പറയും, ഒരാൾ അറസ്റ്റ് ആയി കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അയാൾ സർവൈവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പബ്ലിക്കിന് ബേസിക് ആയിട്ട് CPR അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. 2 ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർവേയിൽ ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, ബ്രെത്ത് നിന്ന് പോവാണ്, എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം, സെക്കൻഡ്സ് പോലും ഇല്ല. ഉടനെ ചെയ്യേണ്ടത് എന്താണ്, ചോക്കിങ്ങിന്റെ മാനേജ്മെന്റ്. വളരെ സിമ്പിളാണ്, നമ്മൾ കൈകൊണ്ട് ചെയ്യും, ഒരു എക്യുപ്മെന്റിന് പോലും ആവശ്യമില്ല. പക്ഷെ ഇത് അറിയാത്തത് മൂലം കൂട്ടുന്നു. അപ്പം ഇതാണ് ബേസിക്, CPR പഠിക്കുക, ചോക്കിങ്.